Are you someone who enjoys watching crime thrillers, investigation drama kind of shows? അങ്ങനത്തെ ഷോസ് ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഐ എം ഗോയിങ് ടു റെക്കമെൻഡ് 3 ഡിഫറെൻറ്റ് ഷോസ് ടുഡേ ആൻഡ് ഐ ഹാവ് 100% ഫെയ്ത്ത് ദറ്റ് യു ആർ ഗോയിങ് ടു എൻജോയ് ദീസ് 3 ഷോസ്. ഇതിൽ മൂന്നാമത്തെ ഷോ ആണ് മൈ ആബ്സല്യൂട്ട് ഫേവറേറ്റ്. സോ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. വൈ ഡു യു തിങ്ക് വെരി ഓർഡിനറി ലുക്കിംഗ് പീപ്പിൾ ഹു ലീഡ് വെരി നോർമൽ ലൈഫ് കമ്മിറ്റ് ഹീനിയസ് ക്രൈംസ്? ആ ഒരു പ്ലോട്ട് ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ഷോ ആണ് ദ സിന്നർ. ഇതിൽ 4 ഡിഫറെൻറ്റ് സീസൺസ് ഉണ്ട്. ഇതിൽ ഓരോന്നിലും ഞാൻ പറഞ്ഞ പോലെ വെരി ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള ക്രൈംസ് കമ്മിറ്റ് ചെയ്യും. അതിനെ സോൾവ് ചെയ്യുന്ന ഒരു ഷോ ആണ് ദ സിന്നർ. ഇതിൽ ഹാരി ആംബ്രോസ് എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവ് ആണ് ഒരു മെയിൻ പ്രോട്ടഗോണിസ്റ്റ്. ബട്ട് ഹി ഹിംസെൽഫ് ഇസ് എ വെരി ഫ്ലോഡ് പേഴ്സൺ. നെക്സ്റ്റ് ഷോ ഇസ് കോൾഡ് ദ ബ്രേക്ക് ത്രൂ. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആണ്, ആകെ 4 എപ്പിസോഡ്സേ ഉള്ളൂ. ഇതൊരു സ്വീഡിഷ് ക്രൈം ത്രില്ലറാണ്. സ്വീഡനിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. സ്വീഡനിൽ ഒരു ചെറിയ ടൗണിൽ ഒരു ഡബിൾ ഹോമിസൈഡ് നടക്കുകയാണ്. ഒരു 8-year-old ബോയ് ആൻഡ് ഒരു 56-year-old വിമൻ. ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു മോട്ടീവും ഇല്ല, ഇവർ ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു 16 years അൺസോൾവ്ഡ് ആയിരിക്കുകയാണ്. ആൻഡ് ദെൻ കംസ് എ ജീനിയോളജിസ്റ്റ് ഹു ഹെൽപ്സ് ദിസ് പോലീസ് ഓഫീസർ ഹു വാസ് ലീഡിങ് ദിസ് കേസ് ആൻഡ് ഫൈനലി ദേ സോൾവ് ദ കേസ്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് മൈ ആബ്സല്യൂട്ട് ഫേവറേറ്റ്, ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഷോ ആണ്. ഇറ്റ്സ് കോൾഡ് ഡിപ്പാർട്ട്മെന്റ് ക്യൂ. ഇതിപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് പേര് സംസാരിച്ച് ഞാൻ കണ്ടിരുന്നു. ആൻഡ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റൈറ്റിംഗ് ആൻഡ് ഇതിൽ ആക്ടിങ് എവറിത്തിങ് ഇസ് ബ്രില്യൻറ്റ് പോലീസ് ഓഫീസർ ഹൂ ഈസ് ഇമോഷണലി സ്കാർഡ് ബിക്കോസ് ഓഫ് എ റീസെൻറ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ദാറ്റ് ഹി ഹാഡ് ടു ഗോ ത്രൂ. ആൻഡ് അതിൽ പുള്ളി ലൂസസ് എ കൊലീഗ് ആൻഡ് അനദർ കൊലീഗ് ബിക്കംസ് പാരലൈസ്ഡ്. ഇതൊക്കെ കാരണം ഹീ ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഷാറ്റേർഡ്. പക്ഷേ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം ഹീ കംസ് ബാക്ക് ടു ജോയിൻ ദ ഫോഴ്സ്. ഹീ ഈസ് ഗിവൻ ദ ചാർജ് ഓഫ് എ ന്യൂ ഡിപ്പാർട്ട്മെന്റ് കോൾഡ് ഡിപ്പാർട്ട്മെന്റ് ക്യൂ. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കോൾഡ് ആയിട്ടുള്ള കേസ്, അതായത് ഇതുവരെ ഓവർ ദി ഇയേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസസ് എല്ലാം സോൾവ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനത്തെ വരുന്നൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് പുള്ളിയെ നിയമിക്കുകയാണ്. ആൻഡ് ദ ഹോൾ സീസൺ ഇസ് അബൌട്ട് ദാറ്റ്. അതിനൊരു കേസ് പിക്ക് ചെയ്യുന്നു, ദി ആർ ട്രൈങ് ടു സോൾവ് ദ കേസ്. ആൻഡ് പുള്ളിയുടെ അസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആർ അമേസിങ്. മൊത്തത്തിൽ ബ്യൂട്ടിഫുൾ ഷോ. കണ്ടാൽ ഐ തിങ്ക് ഓരോ എപ്പിസോഡും നമുക്ക് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നൊരു ഷോ ആയിട്ട് എനിക്ക് തോന്നി. റീസെൻറ്റ് കാലഘട്ടത്തിൽ ഞാൻ കണ്ടതിൽ ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് എന്താ പറയുക, നമുക്കിങ്ങനെ നെക്സ്റ്റ് എപ്പിസോഡ് ഇങ്ങനെ കാണാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ഷോ ആയിരുന്നു ഇത്. ഈ ഷോസ് എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ എന്തായാലും പറയാം. ഇഫ് യു ഹാവ് സിമിലർ സജഷൻസ് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആസ് വെൽ. അപ്പോൾ ബൈ.